നമസ്കാരം. ഇന്നലെ യുഎസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് നല്ല നെഗറ്റീവിലാണ്. ഡൗ ജോൺസ് 0.47%, S&P 500 1.16%, നാസ്ഡാക്ക് 1.81% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. റിലേറ്റഡ് കമ്പനികൾ നേരിടുന്ന സെല്ലിംഗ് പ്രഷർ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഒറാക്കിളും അതുപോലെ ബ്ലൂ ഓൾ ക്യാപിറ്റലും ആയിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു റിലേറ്റഡ് ഡാറ്റ സെന്റർ സംരംഭത്തിൽ നിന്ന് ബ്ലൂ ഓൾ ക്യാപിറ്റൽ പിന്മാറുകയാണ്. അതേ തുടർന്ന് ഏതാണ്ട് 10 മില്യൺ പ്രോജക്റ്റ് ആയിരുന്നു. അതിനൊന്നും ഒരു പിന്മാറിയതിനെ തുടർന്ന് റിലേറ്റഡ് കമ്പനികളെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ഏതാണ്ട് 1.5% മുകളിൽ ഇത് ക്ലോസ് ചെയ്യാൻ ആയിട്ട് ഇടയാക്കി. മറ്റൊന്ന്, US മാർക്കറ്റിലെ ജനങ്ങളോട് ട്രംപിന്റെ ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായേക്കാം. മറ്റൊന്ന്, US എംസ്റ്റീന്റെ ഡീറ്റെയിൽസ് വരുന്നത് നാളെയാണ്. അപ്പോൾ അത് US മാർക്കറ്റിനെ സംബന്ധിച്ചും അത് ആരോപണ വിധേയരായ ട്രംപ് ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരാണ്. അപ്പൊ അത്തരം ന്യൂസുകൾ വരുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും തുടർച്ചയായി രണ്ടാമത്തെ ദിവസം സെല്ലിംഗ് പ്രഷർ ആണ് കണ്ടത്. മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടെങ്കിൽ പോലും ഈ US ഇന്ത്യ ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാത്രത്തോളം കാലം കറൻസിയിലെ വീക്ക്നെസ്സും മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട്. TCSന്റെ CEO കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ഫിസിക്കൽ ഇയർ ഏതാണ്ട് 5000-ഓളം റിലേറ്റഡ് പ്രോജക്റ്റുകളുമായിട്ട് അവർ എൻഗേജ്ഡ് ആണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. ഇത് IT കമ്പനികൾക്ക് മൊത്തത്തിലൊരു ഒരു പോസിറ്റീവാണ്. മറ്റൊന്ന്, ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പുറത്തേക്ക് പോകുന്നതും അതിന് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ്. അപ്പൊ അതേ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ ഉയർന്നിട്ടുണ്ട്. മറ്റൊന്ന്, സെബി ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഈ ഫീസിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് പൊതുവെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടിന്റെ കോസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റിന്റെ കോസ്റ്റ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഇന്നലെ ബയേഴ്സ് ആയിരുന്നു. ഇനി പുറത്തുനിന്ന് വരാനുള്ള ഡേറ്റകൾ, യൂറോപ്യൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. അതുപോലെ US CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വരും. അത് വളരെ നിർണായകമാണ്. മറ്റൊന്ന്, US വീക്ക്ലി ജോബ് ഡേറ്റയും ഇന്ന് പുറത്തു വരും. UK ഇൻഫ്ലേഷൻ കുറയുന്നു. അതേ തുടർന്ന് അവിടെ ഒരു റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ ഒമാൻ ട്രേഡ് ഡീൽ വ്യാഴാഴ്ച സൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം എത്യോപ്യയുമായിട്ട് ഇതുപോലെ പലതരത്തിലുള്ള ബിസിനസ് ട്രേഡ് ഡീലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ട്രേഡ് ഡീൽ നടത്തുന്നു. ഇത് മൂലം താരിഫ് ഇന്ത്യൻ മാർക്കറ്റിനെ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ എക്സ്പോർട്ട് ഡേറ്റ കാണിക്കുന്നത്. എക്സ്പോർട്ട് ഡേറ്റ അഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രതീക്ഷിച്ചത്ര ഗുരുതരമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ അത് ബാധിച്ചിട്ടില്ല. കാരണം ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഇത്തരത്തിൽ ടൈപ്പുകൾ ട്രേഡ് ഡീലുകൾ നടത്തുന്നത്. ഇനി യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീലും ഈ വർഷം, അതായത് വരുന്ന മാസങ്ങളിൽ തന്നെ നടപ്പാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ അക്സോ നോബൽ ഏതാണ്ട് 1296 കോടി രൂപയോളം ഷെയർസ് പ്രൊമോട്ടർ വിറ്റിട്ടുണ്ട്. അത് ഗോൾഡ്മാൻ സാക്സ് ആണ് അത് ബൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓല ഇലക്ട്രിക്കൽ നിന്നും ഏതാണ്ട് 4.2 crore ഷെയർ ആയിട്ട് പ്രൊമോട്ടർ വിറ്റിട്ടുണ്ട്. വേദാന്തയെ സംബന്ധിച്ചിടത്തോളം അത് 5 ലിസ്റ്റഡ് കമ്പനി ആയിട്ട് ഡീമർജ് ചെയ്യുകയാണ്. അത് മാർച്ച് 2026 അത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. മറ്റൊന്ന്, റഷ്യൻ എണ്ണ ഇറക്കുമതി അമേരിക്കയുടെ പല നിയന്ത്രണങ്ങൾക്കിടയിലും റഷ്യൻ ഇറക്കുമതി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന ഡേറ്റകൾ കാണിക്കുന്നു. മറ്റൊന്ന്,